ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. ഇന്ത്യയുടെ നാലാമത്തെ ന്യൂക്ലിയർ സബ്മറൈൻ ആയിട്ടുള്ള S4 അതിൻ്റെ പരീക്ഷണം ഇപ്പം നടന്നു വരികയാണ്. C4 ട്രയൽ എന്നാണ് അതിനെ വിളിക്കുക. അതിപ്പോൾ കടലിലൊക്കെ നടന്നു വരികയാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഇന്ത്യയുടെ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു പ്രധാന കുന്തമുനയായിട്ട് ഭാവിയിൽ മാറാൻ പോകുന്നത്? അതോടൊപ്പം തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം S5 എന്ന് പറയുന്ന മറ്റൊരു അന്തർവാഹിനി കൂടി നിർമ്മാണത്തിലുണ്ടെന്നാണ്. ആ കാര്യം കൂടി ഒന്ന് വിശദമാക്കാം. ആധുനിക യുദ്ധങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ. ഈ അണ്വായുധങ്ങൾ കൈവശമുണ്ടെങ്കിലും രാജ്യങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം അത് എതിരാളിക്കും അറിയാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ മനസ്സിലാക്കി കാണും, ഇന്ത്യയുടെ ന്യൂക്ലിയർ സ്റ്റേഷനുകളുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാത്തിൻ്റെയും വിശദാംശങ്ങൾ ഇന്ത്യ പാകിസ്ഥാനും കൈമാറി, പാകിസ്ഥാൻ ഇന്ത്യക്കും കൈമാറി. കാരണം അബദ്ധത്തിൽ പോലും അവിടെ ആക്രമിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു തത്വം. അതങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കത്തൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ അതൊന്നും കൊണ്ട് പ്രയോജനമില്ല. കാരണം നമുക്കറിയാം പരസ്പരം ഇന്നടത്തുണ്ടെന്ന്. അത് യുദ്ധം തുടങ്ങുമ്പോൾ അത് ആക്രമിക്കപ്പെടും. പക്ഷേ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ സമുദ്രത്തിൽ ശബ്ദമുണ്ടാക്കാതെ മാസങ്ങളോളം പതുങ്ങിക്കിടന്ന് എതിരാളികൾക്ക് കനത്ത തിരിച്ചടി നൽകാൻ പറ്റുന്ന, അതോടുകൂടി ഒരു രാഷ്ട്രത്തെ തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ശക്തി കേന്ദ്രമാണ്, ശക്തി സ്രോതസ്സാണ് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളും അവയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ. ഇതിന് നേവിയിൽ പറയുന്നത് SSBN എന്നാണ്, ഷിപ്പ് സബ്മേഴ്സിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ. അങ്ങനെയാണ്. മറ്റൊരു തരം അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളുണ്ട്. അതിൽ ബാലിസ്റ്റിക് മിസൈൽ കാണത്തില്ല. സാധാരണ മിസൈലുകളും സാധാരണ ആയുധങ്ങളുമായിരിക്കും. അതിന് പറയുന്നത് SSN എന്നാണ്, ഷിപ്പ് സബ്മേഴ്സിബിൾ ന്യൂക്ലിയർ എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഈ S4 എന്ന് പറയുന്നത് ഷിപ്പ് സബ്മേഴ്സിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്ന് പറയുന്ന ക്ലാസ്സിൽ പെടുന്നതാണ്. അതിലെ നാലാമത്തെ അന്തർവാഹിനി ഈ കഴിഞ്ഞ നവംബർ ഒടുവിൽ അത് ഇതിൻ്റെ ട്രയൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് വളരെ ഗോപ്യമായ രീതിയിലായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വാർത്തകളൊക്കെ പുറത്തു വന്ന് തുടങ്ങിയത്. ഗോപ്യമായ രീതിയിൽ, നിശബ്ദമായ രീതിയിലാണ് അത് പണിഞ്ഞ് വിശാഖപട്ടണത്തെ ഷിപ്പ്യാർഡിൽ നിന്നാണ്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. അത് നിശബ്ദമായിട്ട് കടലിലിറങ്ങി അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചെറിയ ചെറിയ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രയലുകൾ നടത്തുന്നത്. അതായത് ഇപ്പോഴും അത് ഏതാണ്ട് പരിപൂർണ സജ്ജമാണ്. പക്ഷെ കമ്മീഷൻ ചെയ്തിട്ടില്ല. കാരണം ഔദ്യോഗികമായിട്ട് നേവിയുടെ ഭാഗമായിട്ടില്ല. ഈ വർഷം അത് ഔദ്യോഗികമായിട്ട് നേവിയുടെ ഭാഗമാകും. ഇന്ത്യ 4 അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളാണ് ഈ S4 എന്ന് പറയുന്ന ക്ലാസ്സിൽ പെട്ടത്. ഈ നാലാമത്തേതിന് പേരിട്ടിട്ടില്ല, ഇപ്പോൾ വെറും S4 എന്ന് തന്നെയാണ് പറയുന്നത്. ആ S4 ക്ലാസ്സിൽപ്പെട്ട 4 അന്തർവാഹിനികളാണ് ഇന്ത്യ നിർമ്മിക്കുന്നത്. ഈ S4 ക്ലാസ്സിൽപ്പെട്ടത് ആദ്യം നിർമ്മിച്ചത് അരിഹന്ത്, രണ്ടാമത്തെ അരിഘാത്, പിന്നീട് മൂന്നാമത്തെ അരിന്ധാം. ഈ 3 എണ്ണവും ഇപ്പം മൂന്നാമത്തെ INS അരിന്ധാം ട്രയലുകളെല്ലാം പൂർത്തിയാക്കി വരുന്ന മാസങ്ങളിൽ ഔദ്യോഗികമായിട്ട് കമ്മീഷൻ ചെയ്യും. അതിപ്പോൾ അനൗദ്യോഗികമായിട്ട് നേവിയുടെ ഭാഗം തന്നെയാണ്. ഔദ്യോഗികമായിട്ട് ഈ വരുന്ന മാസങ്ങളിൽ മൂന്നാമത്തേത് കമ്മീഷൻ ചെയ്യും. അതിനുശേഷം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഈ നാലാമത്തെ നമ്മൾ നീറ്റിലിറക്കിയ, അതായത് ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പേരിട്ടിട്ടില്ലാത്ത S4 അതും ഭാഗമാണ്. ഞാനീ പറഞ്ഞ S3 മൂന്നാമത്തെ അരിന്ധാമും നാലാമത്തെ S4ഉം 7000 ടൺ വീതം ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള, അതായത് ഭാരമുള്ള ന്യൂക്ലിയർ സബ്മറൈനുകളാണ്. ഈ 2 എണ്ണത്തിലും 8 K4 മിസൈലുകൾ വെച്ച് ഘടിപ്പിക്കാം. അതായത് ഒരു K4 മിസൈലിൽ ഒരു അണുബോംബ് ഉണ്ടാവും. അങ്ങനെ 8 അണുബോംബുകൾ വഹിക്കുന്ന ഒരു അന്തർവാഹിനിയാണ്. നമ്മളതിൻ്റെ ആ ഗൗരവം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരൊറ്റ അന്തർവാഹിനി മതി മുഴുവൻ പാകിസ്ഥാനെയും തകർക്കാം, മുഴുവൻ പാകിസ്ഥാനും തീരും. അങ്ങനെയുള്ള രണ്ടാമത്തെ അന്തർവാഹിനിയാണ് ഈ പേരിട്ടിട്ടില്ലാത്തത്. ഈ ആദ്യത്തെ S4 ക്ലാസ്സിലെ ആദ്യത്തെ 2 അതായത് അരിഹന്തും അരിഘാതും അത് 6000 ടൺ വീതം ഭാരമുള്ളതാണ്. മൂന്നാമത്തേതും നാലാമത്തേതും 7000 ടൺ വീതം ഭാരമുള്ളതാണ്. ഇതിന് ആദ്യത്തെ 2 എണ്ണത്തിനേക്കാൾ 10 മീറ്റർ നീളം കൂടുതലുണ്ട്. കാരണം
ഇത് S4 മിസൈലുകൾ വഹിക്കാനുള്ളതാണ്. ആദ്യത്തെ രണ്ടെണ്ണത്തിൽ S4 പറ്റത്തില്ല, ക്ഷമിക്കണം, K4 പറ്റത്തില്ല. K15 ആണ്. അത് 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള മാത്രമാണ് ആ മിസൈൽ. ഈ K4ൻ്റെ ഒരു ദൂരപരിധി എന്ന് പറയുന്നത് 3500 കിലോമീറ്റർ ആണ്. അതായത് വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ ബോംബെയുടെ തീരത്തോ ഗുജറാത്തിൻ്റെ തീരത്തോ ഒക്കെ കിടന്നുകൊണ്ട് പാകിസ്ഥാനിലെ ഏത് നഗരവും ടാർഗറ്റ് ചെയ്യും. അതുപോലെ ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് കിടന്ന് ചൈനയിലെ മിക്ക നഗരങ്ങളും ടാർഗറ്റ് ചെയ്യാൻ ഇതിന് പറ്റും. അടുത്തതായിട്ട് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് S5 ക്ലാസ്സിലുള്ള അന്തർവാഹിനികളാണ്. അത് ഇതിനേക്കാൾ വളരെ വലിപ്പം കൂടിയാണ്. 13,500 ടൺ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള ഒരു അന്തർവാഹിനിയാണ് ഇപ്പോൾ നിർമ്മിക്കാൻ പോകുന്നത്. അതും 4 എണ്ണം കാണും. അങ്ങനെ 8 അന്തർവാഹിനികൾ, ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഇതിൽ S5ൻ്റെ നിർമ്മാണം ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നിർമ്മാണ പ്രവൃത്തി ആദ്യത്തെ S4ൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിലത്തേതിൻ്റെ സീ ട്രയൽ നടക്കുകയാണ്. പിന്നെ മൂന്നാമത്തേതിൻ്റെ ട്രയലെല്ലാം പൂർത്തിയാക്കി അത് ഔദ്യോഗികമായിട്ട് ഇനി ചേരാനിരിക്കുന്നതേ ഉള്ളൂ. S5ൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ S5ൻ്റെ ആദ്യ S5 സീരീസിലുള്ള പിന്നെ അന്തർവാഹിനി 2030 ഇന്ത്യയുടെ നാവികസേനയുടെ ഭാഗമാകും എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ പുറത്തറിയുന്ന വിവരം. ഈ S5 വഹിക്കാൻ പോകുന്നത് ഞാനീ മുമ്പേ പറഞ്ഞ K4 മിസൈൽ അല്ല. S5 വഹിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ രൂപകൽപ്പന ചെയ്ത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ അതിൻ്റെ ട്രയലുകൾ തുടങ്ങാം, പരീക്ഷണങ്ങൾ. K6 എന്ന് പറയുന്ന 8000 കിലോമീറ്ററിലധികം റേഞ്ചുള്ള 10,000 കിലോമീറ്ററിലോളം റേഞ്ചുള്ള അമേരിക്കയിൽ പോലും വരെ എത്താൻ ശേഷിയുള്ള അത്യന്താധുനിക അണ്വായുധ മിസൈലാണ്. ആ മിസൈലുകളായിരിക്കും ഞാൻ ഈ പറയുന്ന S5 13,500 ടൺ ശേഷിയുള്ള മിസൈൽ അന്തർവാഹിനിയെ ഘടിപ്പിക്കാൻ പോകും. ഈ മിസൈല് അത്യന്തം വിനാശകാരിയും അതോടുകൂടി ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് പൂർത്തിയാകുകയാണ്. അതായത് കരയിൽ നിന്നും നമുക്ക് വിക്ഷേപിക്കാം, ആകാശത്തു നിന്ന് വിക്ഷേപിക്കാം, പിന്നെ കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാം, അതുപോലെ അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാം. ഈ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകളാണ്, അണ്വായുധങ്ങളാണ് ലോകം എപ്പോഴും പേടിക്കുന്നത്. അത് എവിടെയെങ്കിലും പോയി പതുങ്ങി കിടക്കുകയായിരിക്കാം. അതിനെ ട്രാക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിന് മാസങ്ങളോളം കടലിനടിയിൽ കിടക്കാൻ പറ്റും ഈ അന്തർവാഹിനിക്ക്. അങ്ങനെയുള്ളതാണ് അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ലോകത്തിലെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഉള്ള രാജ്യങ്ങൾ വെറും 6 എണ്ണം മാത്രം. ആ 6ാമത്തേതാണ് ഇന്ത്യ. ഇന്ത്യ കൂടാതെ 5 രാജ്യങ്ങൾ കൂടെ ഉള്ളൂ. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക, പിന്നെ റഷ്യ, ഫ്രാൻസ്, പിന്നെ അതുപോലെ UK, ചൈന. ഇങ്ങനെ ഇന്ത്യ കൂടാതെ ഈ രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ. അതായത് ഈ 6 രാജ്യങ്ങളും അവർക്കെതിരെ അണ്വായുധം പ്രയോഗിച്ചാൽ നിശ്ചയമായിട്ടും തിരിച്ചടിക്കാനുള്ള ശേഷി അവർക്കുണ്ട്. അതായത് ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ഞാൻ ഈ പറഞ്ഞ INS അരിന്ധാം, ഇനി വരാനിരിക്കുന്ന ഈ S4, അത് ദിവസങ്ങൾക്കുള്ളിൽ മാസങ്ങൾക്കുള്ളിൽ അത് കമ്മീഷൻ ചെയ്യും. അപ്പോൾ ആ 2 അന്തർവാഹിനികളിലും ഓരോന്നിലും ഞാൻ പറഞ്ഞു 8 K4 മിസൈലുകളും. 8 K4 മിസൈൽ മതിയാകും ഒരു രാജ്യത്തിനെ തീർക്കാൻ. അതായത് ഇന്ത്യയെ വരും ദിവസങ്ങളിൽ ആക്രമിക്കാൻ പോകുന്ന എല്ലാ രാജ്യങ്ങൾക്കുമുള്ള മുന്നറിയിപ്പാണിത്. ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനിയുള്ള രാജ്യം, ആ രാജ്യത്തിന് ലോകത്തിൻ്റെ ഏത് കോണിൽ വേണമെങ്കിലും പോയിട്ട് തിരിച്ചടിക്കാം. അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ കൊണ്ട് ഏതെങ്കിലും അണ്വായുധം ഇട്ടാൽ ഒരു 10 എണ്ണം ഒറ്റയടിക്ക് 8 എണ്ണം. ഇപ്പം ഇന്ത്യയിൽ പാകിസ്ഥാൻ ഒരു ബോംബ് ഇടാമെങ്കിൽ ഈ പറയുന്ന ഈ INS അരിന്ധാമിൽ നിന്നോ പേരിടാത്ത INS K4ൽ നിന്നോ പോകുന്ന 8 മിസൈൽ ഒരേ സമയത്ത് പോകും. 8 മിസൈലിലും അണ്വായുധം ഉണ്ടാവും. 8 ആറ്റം ബോംബ് ഒരു രാജ്യത്ത് വീണാനുള്ള അവസ്ഥ നോക്കുക. ലാഹോർ, കറാച്ചി, ഇസ്ലാമാബാദ്, പിന്നെ ബലൂചിസ്ഥാൻ, പഞ്ചാബ്, നോർത്ത് വെസ്റ്റ്, ഖൈബർ പക്തൂൺവ എല്ലാം തീരും ഒറ്റയടിക്ക്. 8 ബോംബ് ഒരേ സമയത്ത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇതുള്ള രാജ്യത്തോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. കളിച്ചാൽ കളി പഠിക്കും. ഇനി ഇത് ഇത്തരം 4 എണ്ണം കൂടെ അടുത്ത് വരുവാണ്. അങ്ങനെ 4 4 8 എണ്ണം വരും. ചൈനയ്ക്ക് വളരെയധികം ഉണ്ട്, ഇന്ത്യക്കാൾ 12 SSBN ഉണ്ട്. അമേരിക്കയ്ക്ക് 55 എണ്ണം ഉണ്ട്.
റഷ്യക്ക് 55 അല്ല, അമേരിക്കയ്ക്ക് 66 എണ്ണം ഉണ്ട്, റഷ്യക്ക് 55 എണ്ണം ഉണ്ട്. അപ്പോൾ പക്ഷേ അത് എണ്ണത്തിലൊന്നും കാര്യമില്ല. ഇതിലെ 2 എണ്ണം എപ്പോഴും കടലിൽ കിടപ്പുണ്ടെങ്കിൽ അത് മതിയാകും എതിരാളിയെ തീർക്കാൻ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ അന്തർവാഹിനികളുടെ എണ്ണം കൂടുകയും അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി, ഇതിൻ്റെ ഒരു പ്രത്യേകതയോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ പണിഞ്ഞിറങ്ങിയിട്ടുള്ള S4 അതിൻ്റെ 80% കോമ്പണൻസും ഇന്ത്യയിൽ തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്ന S5ൻ്റെ ഒക്കെ 90% ഇന്ത്യയിൽ തന്നെ ആയിരിക്കും സോഴ്സ് ചെയ്യും. അതായത് ഇതിൻ്റെ നിർമ്മാണം ഏതെങ്കിലും രീതിയിൽ അട്ടിമറിക്കാനൊന്നും ആർക്കും പറ്റില്ല എന്നർത്ഥം. ഇന്ത്യ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു മുങ്ങിക്കപ്പൽ നിർമ്മിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. ആരുടെയും സഹായം വേണ്ട. ഇതിന് വേണ്ട ന്യൂക്ലിയർ പ്ലാന്റ്, ഇതിന് ശക്തി കൊടുക്കുന്ന ന്യൂക്ലിയർ പ്ലാന്റ് ആദ്യം റഷ്യയുടെയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ നമ്മൾ തന്നെ ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിൽ തന്നെ അത് നിർമ്മിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. താങ്ക് യു.